ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു സേവ് ദ ഡേറ്റും ആയിട്ടാണ്. ഒരു ചെറിയ രീതിക്ക് നമുക്ക് എങ്ങനെ സേവ് ദ ഡേറ്റ് ആക്കാനെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു പ്രൊഫഷണലി ആയിട്ടുള്ള സേവ് ദ ഡേറ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ പ്രൊഫഷണലി ആണെങ്കിൽ കുറച്ചും കൂടി ആനിമേഷൻ്റെ ഇതിൽ നന്നായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത് സേവ് ദ ഡേറ്റ് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻഷോട്ടിൽ വെച്ച് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വീഡിയോ എടുക്കാം, ബ്ലാങ്ക് കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഓൾറെഡി കൊടുത്തത് 9:16 എന്നുള്ള റേഷ്യോ ആണ്. നമുക്കൊരു A4 സൈസാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഈ സൈസ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. വൈറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് സ്റ്റിക്കറാണ്. സ്റ്റിക്കർ ഇവിടെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസും. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്ന് അടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ കട്ടൗട്ട് എടുക്കുന്നുണ്ട്, ചൂസ് ഫ്രം ദ ഫയൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ നമ്മൾ സേവ് ദ ഡേറ്റിലും അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡിലും മെയിനായിട്ട് നമ്മൾ കാണുന്ന ഫ്ലവേഴ്സാണ്, അതുകൊണ്ടാണ് ഫ്ലവേഴ്സ് എടുത്തത്. അപ്പോൾ നമുക്കത് കുറച്ച് വണ്ണത്തിലാക്കാം. അത് കുറച്ച് ഇവിടെ വെക്കാം, ഈ ഒരു രീതിക്ക് നമുക്ക് വെക്കാം. ഓക്കെ, ഈ ഒരു രീതിക്ക് വെച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇന്നുണ്ട്, ഔട്ട് ഉണ്ട്, ലൂപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഈ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലൈറ്റിൻ്റെ ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് സ്റ്റിക്കേഴ്സ് എടുക്കുക. അതിനുശേഷം നമുക്കൊരു ലൈറ്റ്സ്, ഞാൻ ഇതൊക്കെ പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തത്. പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ഒരു സംഭവം അതെങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇതിങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻസ് പോവാം. സെയിം ലൈറ്റ് എന്നുള്ള ഓപ്ഷൻസ് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിപ്പോൾ വേണ്ടത് നെക്സ്റ്റ് വേണ്ടത് സ്റ്റിക്കേഴ്സിൽ പോവാം. ഇവിടെ ഞാൻ ഓൾറെഡി ഔട്ട് ചെയ്ത ബ്രൈഡിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തിട്ട് വരും. നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് ആ തട്ടത്തിനൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു താഴത്തെ ഈ ഭാഗത്തായിട്ട് വെക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് താഴത്തെ ഒരു ബോർഡറാണ്. ആ ബോർഡറിൽ നമുക്ക് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതിന് മുമ്പ് ഇതിൽ നമുക്ക് സെയിം നമ്മളെ ബ്രൈഡിൻ്റെയും നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം, ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. റിയലിസ്റ്റിക് ആയിട്ടല്ല, നമുക്കൊരു ആനിമേഷൻ്റെ ഫീൽ ഉണ്ടാവും. അതിനുശേഷം ഞാൻ പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കേഴ്സ് എടുക്കാം. നമുക്ക് ഒരു ബോർഡർ താഴത്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബോർഡർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇതിലാണ് ബോർഡർ കൊടുക്കുന്നത്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് നമ്മൾ പിന്നെയും ആഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ഫ്ലവേഴ്സ് വേണോ, അല്ലെങ്കിൽ നമുക്ക് ബിസ്മി കൊടുക്കാം. ഫസ്റ്റ് ബിസ്മി എടുക്കുന്നത് ചൂസ് ഫ്രം ദ ക്യാമറ റോൾ. അപ്പോൾ നമുക്ക് ബിസ്മിൻ്റെ ഒരു ഇവിടെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത വേർഷൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് വണ്ണത്തിൽ തന്നെ ബിസ്മി വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് അത്യാവശ്യം നല്ല ഒരു പേര് വേണം. അപ്പോൾ നമുക്കൊരു പേര് ഗ്രൂമിൻ്റെയും പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് വി ക്രിയേറ്റഡ് ഓൺ പേജ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ കൊടുക്കാം. നമുക്ക് എന്താ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു പേരാണ് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും. അപ്പം നമുക്ക് മുഹമ്മദ്, നമുക്ക് അതിൻ്റെ മുമ്പ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ബിക്കോസ് മുഹമ്മദ് എന്നുള്ള ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളേഴ്സിൽ പോയിട്ട് ടെക്സ്റ്റിൻ്റെ കളർ നമുക്കൊരു ഗോൾഡൻ കൊടുക്കാം. ലേബിൾ വേണ്ട, അത് അനേബിൾ ആക്കാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ്ടല്ല വേണ്ടത്, ഈ ഒരു ഫോണ്ടാണ് അത്യാവശ്യം നല്ലത്. ഓക്കെ, മുഹമ്മദ് എന്ന് ആണ് കൊടുത്തത്. നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വേണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ കൊടുക്കാം, എഡിറ്റ് കൊടുക്കാം. മുഹമ്മദ്. നമുക്ക് ഒരു ലവും കൂടിയും കൊടുക്കാം, ഫാത്തിമ. ഖദീജ കൊടുക്കാം, ഖദീജ. അപ്പം മുഹമ്മദും ഖദീജ എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ലവിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഡൗട്ടുണ്ട്. നമുക്ക് ലവിൻ്റെ ആവശ്യം വേണ്ട, നമുക്ക് അത് എഡിറ്റ് ചെയ്യാം. കാരണം അതൊരു രസമില്ല, അതുകൊണ്ടാണ് എഡിറ്റ് കളയുന്നത്. നമുക്ക് മുഹമ്മദ് ഒന്നിൽ തന്നെ കൊടുക്കാം. താഴത്ത് ഖദീജ എന്നുള്ള രീതിയിൽ കുറച്ച് വണ്ണത്തിൽ കൊടുക്കാം. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ ഈ മുഹമ്മദും കൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എഡിറ്റ് ഓപ്ഷനിൽ നമുക്ക് വേറെ ഏതെങ്കിലും കളർ ടെക്സ്റ്റ് കൊടുക്കാം. മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഖദീജ എന്നാണ് കൊടുക്കുന്നത്. സെയിം ഒരു ടെക്സ്റ്റാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഖദീജ, ഖദീജ. ഖദീജൻ്റെ സ്പെല്ലിങ് മാറിയെന്ന് തോന്നുന്നു, കാരണം ഇവിടെ ഖദീജ എന്നല്ല വേറെന്തോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഖദീജ എഡിറ്റ് ആക്കാം. എഡിറ്റാണ് ഓപ്ഷൻ എടുക്കേണ്ടത്, മാറിപ്പോയതാണ്. ഖദീജ, ഓക്കെ, ഖദീജ. പിന്നെ നമുക്കിവിടെ ഈ ഒരു സ്പേസ് ബ്ലാങ്ക് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ആ സ്പേസ് ഫില്ലാക്കാം. ഒരു ഫ്ലവറിൻ്റെ തന്നെ വെച്ച് കൊടുക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം, ഇംഗ്ലീഷിൽ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. വി ക്രിയേറ്റഡ് ഓൺ പേഴ്സ്.
ഇത് ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ, വി ക്രിയേറ്റഡ് ഓൺ പാസ് അല്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് അല്ല എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെയും കൊടുക്കാം. ഇൻ ദ നെയിം ഓഫ് അല്ല എന്ന് കൊടുക്കാം. അല്ല ഇതിൻ്റെ ഒരു ഫോണ്ട് ജസ്റ്റ് മാറ്റി വെക്കാം, കാരണം നമുക്കൊരേ ഫോണ്ടാകുമ്പോൾ രസം ഉണ്ടാവില്ല. ഇതിൻ്റെ നെയിംസ് ഓഫ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയേണ്ടത്, ഈ സെറ്റിങ്സ്, ഈ പിക്ചേഴ്സും കാര്യങ്ങളും ബോർഡറും ഫ്ലവേഴ്സും ഒക്കെ എങ്ങനെയാണ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പിൻട്രസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ് എന്ന് അടിച്ചു നോക്കിയാൽ ഇതേപോലത്തെ കുറേ ഓപ്ഷൻസ് കിട്ടും കേട്ടോ. പിന്നെ ഇതേപോലത്തെ ബോർഡർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ വെഡിങ് കപ്പിൾസ് കാർട്ടൂൺസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാർട്ടൂൺസിൻ്റെ പിക്ചേഴ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് നമ്മൾ ഈ ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ താഴത്ത് ഈ പിൻട്രസ്റ്റ് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ പോയിട്ട് നമ്മൾ ആ ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഫോട്ടോ ഇങ്ങനെ കിട്ടും. അതിനുശേഷം സേവ് ടു ഫോട്ടോ, അങ്ങനെ ആകുമ്പോൾ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ഗ്രൂപ്പിലിടുക. ഓക്കെ, ബൈ.